ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കഴിഞ്ഞ വീഡിയോയില് ഞാൻ നിങ്ങൾക്ക് മാജിക് ചെയിൻ ആണ് പരിചയപ്പെടുത്തിയത്. അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു ചെയിൻ സ്റ്റിച്ചിന് വേറൊരു വേരിയേഷൻ ഉണ്ട്. അതാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അതിന്റെ പേരാണ് ട്വിസ്റ്റഡ് ചെയിൻ. കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് ഒരേ സൂചിയിലായിരുന്നു 2 തരം നൂലുകൾ ചേർത്തിരുന്നത്. പക്ഷേ ഈ ട്വിസ്റ്റഡ് ചെയിനില് നമ്മൾ 2 കളർ നൂല് തന്നെയാണ് ഉപയോഗിക്കുന്നത്. പകരം അതിനുശേഷം ഒരു സൂചിയിൽ ഒരു നൂലുകൊണ്ട് ചെയ്ത് അതിനുശേഷം അടുത്ത നൂലുകൊണ്ടാണ് ഇതിൽ ചെയ്തത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. അപ്പൊ നമുക്ക് തുടർന്ന് വീഡിയോ കാണാം. ആദ്യം തന്നെ സൂചി ഇങ്ങനെ എടുത്ത് ഒരു നൂല് കൊണ്ടാണ് ആദ്യം കോർത്തെടുക്കേണ്ടത്. 3 ഇഴയാണ് ഞാൻ ഇവിടെ കോർത്ത് എടുത്തിരിക്കുന്നത്. അതിനുശേഷം നോർമൽ ചെയിൻ സ്റ്റിച്ച് ആണ് ഇവിടെ ചെയ്യേണ്ടത്. ഒരു ലൈൻ മുഴുക്കെ നോർമൽ ചെയിൻ സ്റ്റിച്ച്, സാധാ ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ ചെറിയ ചെറിയ ലൂപ്പ് ഇട്ട് ചെയ്തു വരണം. അപ്പോഴാണ് അതിന്റെ ഭംഗി നന്നായി കാണുകയുള്ളൂ. എല്ലാവർക്കും അറിയുന്ന സ്റ്റിച്ചാണിത്, ചെയിൻ സ്റ്റിച്ച്. അത് തുടർന്ന് ഇങ്ങനെ ചെയ്തു പോരും. ഇവിടെ ഞാൻ ഒരു ലൈനില് ചെയിൻ സ്റ്റിച്ച് ആണ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ലോക്ക് ഇട്ട് നിർത്തുക. ശേഷം കളർ നൂല് കോർത്തെടുക്കുക, 3 ഇഴ തന്നെ. അതിനുശേഷം നമ്മൾ ആദ്യം ചെയ്ത ചെയിൻ സ്റ്റിച്ചിന്റെ അടുത്ത് അത് മെല്ലെ കുത്തിയെടുക്കുക. അതിനുശേഷം ഫസ്റ്റ് ചെയിൻ സ്റ്റിച്ച് നമ്മൾ ചെയ്തില്ലേ, അതിന്റെ ഉള്ളിലൂടെ പുറത്തെടുക്കുക. ഇങ്ങനെ ക്ലോത്തിന്റെ ഉള്ളിലേക്ക് കുത്തരുത്, മറിച്ച് ഈ സ്റ്റിച്ചിന്റെ ഉള്ളിലൂടെ മാത്രം പുറത്തെടുക്കുക. പിന്നെ അടുത്ത ചെയിൻ സ്റ്റിച്ചിന്റെ ഉള്ളിലൂടെ മാത്രം. ഇങ്ങനെ നമ്മൾ ചെയിൻ സ്റ്റിച്ച് എത്രത്തോളം ചെയ്തുവോ അത്രത്തോളം ചെയ്തു പോരാ. വളരെ ഈസിയായി ചെയ്യാവുന്ന സ്റ്റിച്ചാണിത്. അങ്ങനെ ബ്ലാക്ക് കളർ നൂല് കൊണ്ട് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് ഞാൻ ചെയ്തിട്ടുണ്ട്. ചെയിൻ സ്റ്റിച്ചിന്റെ ഉള്ളിലൂടെ ഓരോ കണ്ണിയുടെ ഉള്ളിൽ കൂടി നമ്മൾ ചെയ്ത് ഇതാ അവസാനം വരെ എത്തിക്കഴിഞ്ഞു. ഇവിടെ എത്തിയതിനു ശേഷം മെല്ലെ ഉള്ളിലേക്ക് കൊടുക്കുക, താഴത്തേക്ക്, ക്ലോത്തിന്റെ താഴത്തേക്ക്. അതിനുശേഷം വീണ്ടും ഈ സൈഡിൽ നിന്ന് തുടങ്ങാം. നമ്മൾ ഇത് ചെയിൻ സ്റ്റിച്ചിന്റെ ഉള്ളിലൂടെയാണ് ഈ സൈഡിലേക്ക് ചെയ്തത്, റൈറ്റിലേക്ക്. അപ്പൊ നമ്മൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ചെയ്യുമ്പോഴും ഉള്ളിലൂടെ ചെയ്തു പോരണം. ഇങ്ങനെ ക്ലോത്ത് തട്ടാണ്ട് ഇങ്ങനെ എടുത്തു പോരണം. ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. ചെയ്യുമ്പോൾ വളരെ ഇറുക്കത്തിൽ ചെയ്യരുത്, കുറച്ച് ലൂസാക്കി പിടിച്ചിട്ട് വേണം ചെയ്യാൻ.
അങ്ങനെ നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ തന്നെ എത്തിക്കഴിഞ്ഞു. എവിടെയാണോ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് അവിടെ തന്നെ നമ്മൾ എത്തിച്ചേരും. ഇപ്പൊ കണ്ടോ, 2 കളർ നൂലുകൾ തമ്മിൽ പിണഞ്ഞു കിടക്കുന്നതായിട്ട് കാണാം ചെയിൻ സ്റ്റിച്ചിനെ. വളരെ നല്ല ഭംഗിയില് അത് അതായത് 2 കളർ നൂല് ചെയ്യുമ്പോൾ വളരെ ഭംഗിയാവും. അങ്ങനെ നല്ല ഭംഗിയുള്ള ട്വിസ്റ്റഡ് ചെയിൻ ഇവിടെ ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. ഇങ്ങോട്ടും ചെയ്യാം, ഇങ്ങോട്ടും. അതിനുശേഷം നമ്മൾ എവിടെയാണോ തുടങ്ങിയത് അവിടെ തന്നെ വന്ന് എത്തിച്ചേരും. മെല്ലെ സൂചി മെല്ലെ താഴ്ത്തേക്ക് എടുത്ത് നിർത്തുക. ഇപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സ്റ്റിച്ച് മനസ്സിലായി എന്ന് കരുതുന്നു. ചുരിദാറിന്റെ യോക്ക് പാർട്ടിലും ബോർഡർ ആയിട്ടും ഒക്കെ ചെയ്യാൻ പറ്റിയ അടിപൊളി ഡിസൈനാണിത്. എല്ലാവരും ഇത് ചെയ്തു നോക്കണം. ഞാൻ ചെയ്ത ചെറിയൊരു മോട്ടീഫ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഞാൻ ചെയ്ത ഗണപതിയുടെ ചെറിയൊരു മോട്ടീഫാണിത്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്യണം. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.